ഹായ്. സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ജിയോഗ്രഫിയുടെ 6 മുതൽ 9 വരെയുള്ള NCERT ടെക്സ്റ്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൻ്റേത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ കവർ ചെയ്ത ഭാഗത്തു നിന്നും 2011 മുതൽ 2020 വരെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. If a tropical rainforest is removed, it does not regenerate quickly as compared to a tropical deciduous forest. This is because ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ നീക്കം ചെയ്താൽ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റിനെ അപേക്ഷിച്ച് അത് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൈകിയാണ്. ഇതിന് കാരണം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ദി സോയിൽ ഓഫ് റെയിൻ ഫോറസ്റ്റ് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ ന്യൂട്രിയൻസ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ മണ്ണിൽ ന്യൂട്രിയൻസ് കുറവായതുകൊണ്ട്. പ്രൊപ്പഗ്യൂൾസ് ഓഫ് ദി ട്രീസ് ഇൻ എ റെയിൻ ഫോറസ്റ്റ് ഹാവ് പുവർ വയബിലിറ്റി. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ അതായത് മഴക്കാടുകളിലെ മരങ്ങൾക്ക് പ്രവർത്തനക്ഷമത കുറവാണ്. ഓപ്ഷൻ സി: ദി റെയിൻ ഫോറസ്റ്റ് സ്പീഷീസ് ആർ സ്ലോ ഗ്രോയിങ്. റെയിൻ ഫോറസ്റ്റിലെ സ്പീഷീസ് വളരുന്നത് സാവധാനത്തിലാണ്. ഓപ്ഷൻ ഡി: എക്സോട്ടിക് സ്പീഷീസ് ഇൻവേഡ് ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് റെയിൻ ഫോറസ്റ്റ്. പുറത്തുനിന്നുമുള്ള ജീവികൾ മഴക്കാടുകളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ ആക്രമിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. മഴക്കാടുകളിലെ മണ്ണിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറവാണ്. 7ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുടെ NCERT ടെക്സ്റ്റിലെ 6ാമത്തെ അധ്യായത്തിൽ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തതാണ്. ഇത് 2011 ചോദിച്ച ചോദ്യമാണ്. ഈ വർഷത്തിലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ ലെയർ ഇൻ ദി എർത്ത് അറ്റ്മോസ്ഫിയർ കോൾഡ് അയണോസ്ഫിയർ ഫെസിലിറ്റേറ്റ്സ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. വൈ? അയണോസ്ഫിയർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ: ഓസോണിൻ്റെ സാന്നിധ്യം റേഡിയോ തരംഗങ്ങൾ ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നതിന് കാരണമാകുന്നു. സെക്കൻഡ് വൺ: റേഡിയോ തരംഗങ്ങളുടെ വേവ് ലെങ്ത് ശബ്ദ തരംഗദൈർഘ്യം വളരെ കൂടുതലാണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ: 1 only, ബി 2 only, സി ബോത്ത് 1 and 2, ഡി നെയ്തർ 1 nor 2. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. അയണീകരിക്കപ്പെട്ട അന്തരീക്ഷ വാതകങ്ങൾ കാരണമാണ് അയണോസ്ഫിയറിന് റേഡിയോ കമ്മ്യൂണിക്കേഷന് എളുപ്പമാക്കാൻ സാധിക്കുന്നത്. ഈ വാതകങ്ങളുടെ സഹായത്താൽ ആകാശത്തിലേക്ക് എത്തുന്ന റേഡിയോ തരംഗങ്ങളെ അയണോസ്ഫിയർ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നു. 7ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റിൻ്റെ 4ാമത്തെ അധ്യായത്തിൽ സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക് വിശദീകരിച്ചിട്ടുണ്ട്. 2004 സുനാമിയോടുകൂടി ആളുകൾക്ക് ബോധ്യപ്പെട്ടു കണ്ടൽ കാടുകൾക്ക് ഒരു തീരപ്രദേശ ദുരന്തത്തിനെതിരായി രക്ഷാകവചമായി മാറാൻ സാധിക്കുമെന്ന്. കണ്ടൽക്കാടുകൾ എങ്ങനെയാണ് ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കണ്ടൽ ചതുപ്പുകൾ മനുഷ്യവാസ സ്ഥലങ്ങളെ ഒരു വിശാലമായ മേഖലയാൽ കടലിൽ നിന്നും വേർതിരിക്കുന്നു. ഈ പ്രദേശത്ത് ആളുകൾ താമസിക്കുന്നില്ല. ഓപ്ഷൻ ബി: പ്രകൃതിദത്തമായ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കണ്ടൽക്കാടുകൾ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും നൽകുന്നു. ഓപ്ഷൻ സി: കണ്ടൽക്കാടുകൾ വളരെ വലുതാണ്, കൂടാതെ ഇവയ്ക്ക് ഇടതൂർന്ന ചില്ലകളുണ്ട്. അതിനാൽ സൈക്ലോൺ അല്ലെങ്കിൽ സുനാമി പോലെയുള്ള ഒരു വിപത്ത് സംഭവിച്ചാൽ ഈ കണ്ടൽക്കാടുകൾ ഒരു അഭയസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ ഡി: കണ്ടൽക്കാടുകളുടെ വിശാലമായ വേരുകൾ കാരണം അവ എത്ര വലിയ കൊടുങ്കാറ്റിലും തിരമാലയിലും കടപുഴകാതെ പിടിച്ചു നിൽക്കും. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരിയായത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദി ജെറ്റ് ക്രാഫ്റ്റ്സ് ഫ്ലൈ വെരി ഈസിലി ആൻഡ് സ്മൂത്ത്ലി ഇൻ ദി ലോവർ സ്ട്രാറ്റോസ്ഫിയർ. വാട്ട് കുഡ് ബി ദി അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ? ലോവർ സ്ട്രാറ്റോസ്ഫിയറിലൂടെ ജെറ്റ് ക്രാഫ്റ്റുകൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും സഞ്ചരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യഥാർത്ഥ വിശദീകരണം ഏതാണ്? There are no clouds or water vapor in the lower stratosphere.
ലോവർ സ്ട്രാറ്റോസ്ഫിയറിൽ മേഘങ്ങളും ജലബാഷ്പങ്ങളും ഇല്ല. There are no vertical winds in the lower stratosphere. ലോവർ സ്ട്രാറ്റോസ്ഫിയറിൽ ലംബമായുള്ള കാറ്റുകളില്ല. ഇവയിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ 1 only, ബി 2 only, സി both 1 and 2, ഡി neither 1 nor 2. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ദി ബ്രഹ്മപുത്ര, ഐരാവതി ആൻഡ് മേക്കോങ് rivers originate in Tibet and flow through narrow and parallel mountain ranges in their upper reaches. Of these rivers, Brahmaputra makes a U-turn in its course to flow into India. This U-turn is due to ബ്രഹ്മപുത്ര, ഐരാവതി, മേക്കോങ് ഈ മൂന്ന് നദികളും ടിബറ്റിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കൂടാതെ മുകൾ ഭാഗത്ത് സമാന്തരവും ഇടുങ്ങിയതുമായ പർവ്വതനിരകളിലൂടെയാണ് ഒഴുകുന്നത്. ഈ നദികളിൽ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്കുള്ള പ്രവാഹത്തിനിടയിൽ ഒരു യു-ടേൺ എടുക്കുന്നു. ഇതിന് കാരണം എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അപ്ലിഫ്റ്റ് ഓഫ് ഫോൾഡഡ് ഹിമാലയൻ സീരീസ്, ഹിമാലയൻ മടക്കുപർവ്വതങ്ങളുടെ ഉന്നതി. ബി, സിൻഡാക്സിയൽ ബെൻഡിങ് ഓഫ് ജിയോളജിക്കലി യങ് ഹിമാലയാസ്, ഭൂമിശാസ്ത്രപരമായുള്ള ഹിമാലയാസിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം. സി, ജിയോ ടെക്ടോണിക് ഡിസ്റ്റർബൻസ് ഇൻ ദി ടേർഷ്യറി ഫോൾഡഡ് മൗണ്ടെയിൻ ചെയിൻസ്, ടേർഷ്യറി ഫോൾഡഡ് മൗണ്ടെയിൻ ചെയിൻസിൻ്റെ മൂന്നാമത്തെ മടക്കു പർവ്വത ശൃംഖലകളുടെ ജിയോ ടെക്ടോണിക് ഡിസ്റ്റർബൻസസ്. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് നോർത്തേൺ പാർട്ട് ഈസ് അരിഡ് ആൻഡ് സെമി അരിഡ്. ഈ സംസ്ഥാനത്തിൻ്റെ ഉത്തര ദിക്കിലുള്ള ഭാഗങ്ങൾ പൂർണ്ണമായോ അർദ്ധപൂർണ്ണമായോ വരണ്ട് ഉണങ്ങിയ പ്രദേശങ്ങളാണ്. ഇറ്റ്സ് സെൻട്രൽ പാർട്ട് പ്രൊഡ്യൂസസ് കോട്ടൺ. ഈ സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി കോട്ടൺ പരുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഈസ് പ്രീഡോമിനൻറ്റ് ഓവർ ഫുഡ് ക്രോപ്സ്. ഭക്ഷ്യവിളകളെ അപേക്ഷിച്ച് നാണ്യവിളകളാണ് പ്രധാനമായും ഈ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നത്. ഇവയിൽ ഏതാണ് ആ സംസ്ഥാനം എന്നാണ് കണ്ടെത്തേണ്ടത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, തമിഴ്നാടു. ഗുജറാത്ത് ആണ് കറക്റ്റ് ആൻസർ. 2012 ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് കൂട്ടം മൂലകങ്ങളാണ് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം. ഓപ്ഷൻ ബി കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. ഓപ്ഷൻ സി ഓക്സിജൻ, കാൽസ്യം, ഫോസ്ഫറസ്. ഓപ്ഷൻ ഡി കാർബൺ, ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാർബൺ, ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ. ഹിമാലയത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഡീപ്പ് ഗോർജസ്, ആഴത്തിലുള്ള മലയിടുക്കുകൾ. യു-ടേൺ റിവർ കോഴ്സസ്, നദിയുടെ ഒഴുക്ക്. പാരലൽ മൗണ്ടെയിൻ റേഞ്ചസ്, സമാന്തരങ്ങളായ പർവ്വതനിരകൾ. സ്റ്റീപ്പ് ഗ്രേഡിയൻസ് കോസിംഗ് ലാൻഡ് സ്ലൈഡിംഗ്, മണ്ണിടിച്ചിലിന് കാരണമാകുന്ന കുത്തനെയുള്ള ചെരിവുകൾ. മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ് എന്നുള്ളതിന് തെളിവ് നൽകുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2 only. ഓപ്ഷൻ ബി 1, 2 and 4 only. ഓപ്ഷൻ സി 3 and 4 only. ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവയെല്ലാം തന്നെ ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ് എന്നുള്ളതിന് തെളിവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഇതിന് കാരണം എന്താണ്? ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദി അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ഹീറ്റഡ് അപ്വാർഡ്സ് ഓൺലി ഫ്രം ദി എർത്ത് സർഫസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മാത്രമേ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിന് ചൂടാകാൻ സാധിക്കൂ. ദർ ഈസ് മോർ മോയ്സ്ചറസ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ. മുകളിലത്തെ അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പമുണ്ട്. ദി എയർ ഈസ് ലെസ് ഡെൻസ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ.
മുകളിലെ അന്തരീക്ഷത്തിലെ വായു സാന്ദ്രത കുറഞ്ഞതാണ്. കറക്റ്റ് ആൻസർ ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ 1 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മിക്സഡ് ഫാമിങ്ങിനെ സംബന്ധിച്ച് ഏതാണ് പ്രധാന പ്രസ്താവന എന്നതാണ്. മിക്സഡ് ഫാമിങ്ങിനെ പറ്റി 8ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റിലെ 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. കൾട്ടിവേഷൻ ഓഫ് ബോത്ത് ക്യാഷ് ക്രോപ്സ് ആൻഡ് ഫുഡ് ക്രോപ്സ്. നാണ്യവിളകളും ഭക്ഷ്യവിളകളും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു. കൾട്ടിവേഷൻ ഓഫ് 2 or more ക്രോപ്സ് ഇൻ ദി സെയിം ഫീൽഡ്. ഒരേ പാടത്ത് 2ഓ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്നു. റീറിംഗ് ഓഫ് അനിമൽസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ടുഗദർ. വിളകൾ കൃഷി ചെയ്യുന്നതും കന്നുകാലി വളർത്തലും ഒരുമിച്ച് നടത്തുന്നു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്, ഇവയൊന്നുമല്ല. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മിക്സഡ് ഫാമിങ്ങിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ദി ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ഫുഡ് ആൻഡ് ഫോഡർ ക്രോപ്സ് ആൻഡ് റീറിംഗ് ലിവ് സ്റ്റോക്ക്. ഭൂമി ഉപയോഗിക്കുന്നത് ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനും കന്നുകാലികളെ വളർത്തുന്നതിനും വേണ്ടിയാണ്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് യൂറോപ്പ്, ഈസ്റ്റേൺ USA, അർജന്റീന, സൗത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ്. അടുത്ത ചോദ്യം, എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും താഴെ പറഞ്ഞിരിക്കുന്ന സവിശേഷതകളുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സെയിം ലാറ്റിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ നോർത്തേൺ രാജസ്ഥാൻ. വടക്കൻ രാജസ്ഥാനിലൂടെ കടന്നു പോകുന്ന അതേ അക്ഷാംശ രേഖയിലാണ് ഈ സ്റ്റേറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഓവർ 80% ഓഫ് ഇറ്റ്സ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ. ഈ സംസ്ഥാനത്തിൻ്റെ 80%-ലധികവും വനമാണ്. ഓവർ 12% ഓഫ് ഫോറസ്റ്റ് കവർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക് ഇൻ ദിസ് സ്റ്റേറ്റ്. 12%-ലധികം വനമേഖല സംരക്ഷണ മേഖലയാണ്. അരുണാചൽ പ്രദേശ്, അസം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഓപ്ഷൻ. ഇതിലെ ശരിയായ ഉത്തരം അരുണാചൽ പ്രദേശ് ആണ്. കൗപ്പി, ഗ്രീൻ ഗ്രാം, പീജിയൻ പീ എന്നിവയിൽ ഏതാണ് ധാന്യമായും കാലിത്തീറ്റയായും വളമായും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. 3 വിളകളും ഈ 3 വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് ഫാക്ടേഴ്സ്. റൊട്ടേഷൻ ഓഫ് എർത്ത്, എയർ പ്രഷർ ആൻഡ് വിൻഡ്, ഡെൻസിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ, റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ഇവയിൽ ഏതാണ് ഓഷ്യൻ കറൻസിനെ സ്വാധീനിക്കുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1 and 4, ഓപ്ഷൻ ഡി 2, 3 and 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ക്ലൈമറ്റ് ഓഫ് ദി ട്രോപ്പിക്കൽ സവന്ന റീജിയൻ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ട്രോപ്പിക്കൽ സവന്ന റീജിയനിലെ കാലാവസ്ഥയുടെ സ്വഭാവം. ഫസ്റ്റ് വൺ, റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവനും മഴ ലഭിക്കുന്നു. റെയിൻഫോൾ ഇൻ വിൻ്റർ ഓൺലി. ശൈത്യകാലത്ത് മാത്രം മഴ ലഭിക്കുന്നു. ആൻ എക്സ്ട്രീംലി ഷോർട്ട് ഡ്രൈ സീസൺ. വളരെ ചെറിയ ഒരു ഡ്രൈ സീസൺ മാത്രമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എ ഡെഫിനിറ്റ് ഡ്രൈ ആൻഡ് വെറ്റ് സീസൺ. വളരെ കൃത്യമായ ഒരു ഡ്രൈ സീസണും കൃത്യമായ ഒരു വെറ്റ് സീസണും ഇവിടെ അനുഭവപ്പെടുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോവിങ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. കോണ്ടൂർ ബണ്ടിങ്, റിലേ ക്രോപ്പിംഗ്, സീറോ ടില്ലേജ്. കോണ്ടൂർ ബണ്ടിങ്ങിൽ ഭൂമിയുടെ സ്വാഭാവികമായ ഉയർച്ചയോടൊപ്പം തന്നെ കല്ലുകൾ വരിവരിയായി സ്ഥാപിക്കുന്നു. ഇത് മഴവെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നു. റിലേ ക്രോപ്പിംഗ് എന്നത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് മെത്തേഡാണ്. ഇതിൽ ആദ്യത്തെ വിള വിളവെടുക്കുന്നതിന് മുൻപായി തന്നെ രണ്ടാമത്തെ വിള നടുന്നു. റൈസും കോളിഫ്ലവറും ഇന്ത്യയിൽ ഇത്തരത്തിൽ കൃഷി ചെയ്യാറുണ്ട്. ആദ്യത്തെ വിളയുടെ വിളവെടുപ്പിന് ശേഷം
വിളവെടുക്കാത്ത മണ്ണിലേക്ക് പുതിയ വിത്ത് നേരിട്ട് വിതയ്ക്കുന്നതിനെയാണ് സീറോ ടില്ലേജ് എന്ന് പറയുന്നത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് കൃഷിരീതിയാണ് മണ്ണിൽ കാർബൺ സ്റ്റോറേജിനെ സഹായിക്കുന്നത്? ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി none of them. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3 കൃഷിരീതിയും മണ്ണിൽ കാർബൺ സ്റ്റോറേജിനെ നിലനിർത്താൻ സഹായിക്കുന്നു. 2013 ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. The annual range of temperature in the interior of the continents is high as compared to coastal areas. What is or are the reason or reasons? തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂഖണ്ഡങ്ങളുടെ ആന്തരിക പ്രദേശത്തെ വാർഷിക താപനില ഉയർന്നതാണ്. എന്താണ് കാരണം? തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തേത് തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ. കരയും ജലവും തമ്മിലുള്ള താപവ്യത്യാസം. വേരിയേഷൻ ഇൻ ഓൾട്ടിറ്റ്യൂഡ് ബിറ്റ്വീൻ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ്. ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും തമ്മിലുള്ള ഉയര വ്യത്യാസം. പ്രസൻസ് ഓഫ് സ്ട്രോങ് വിൻഡ്സ് ഇൻ ദി ഇൻറ്റീരിയർ. ഉൾഭാഗത്ത് അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റിൻ്റെ സാന്നിധ്യം. ഹെവി റെയിൻസ് ഇൻ ദി ഇൻറ്റീരിയർ ആസ് കമ്പയർഡ് ടു കോസ്റ്റ്. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂഖണ്ഡങ്ങളുടെ ഉൾഭാഗത്ത് മഴ കൂടുതലാണ്. ശരിയായ ഉത്തരം കോഡ് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഓപ്ഷൻ എ ആണ് യഥാർത്ഥ ഉത്തരം. തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോവിങ് ക്രോപ്സ്: കോട്ടൺ, ഗ്രൗണ്ട്നട്ട്, റൈസ്, വീറ്റ്. ഇവയിൽ ഏതാണ് ഖാരിഫ് വിളകൾ? 1 and 4, 2 and 3, 1, 2 and 3, 2, 3 and 4. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലൈമറ്റ് ഈസ് എക്സ്ട്രീം, റെയിൻഫോൾ ഈസ് സ്കാൻറ്റി ആൻഡ് ദ പീപ്പിൾ യൂസ്ഡ് ടു ബി നൊമാഡിക് ഹെഡേഴ്സ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തിനാണ് ഈ പ്രസ്താവന യോജിക്കുന്നത് എന്ന് നോക്കാം. ആഫ്രിക്കൻ സവന്ന, സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പ്, നോർത്ത് അമേരിക്കൻ പ്രയറി, സൈബീരിയൻ തുന്ദ്ര. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. വേരിയേഷൻസ് ഇൻ ദി ലെങ്ത് ഓഫ് ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഫ്രം സീസൺ ടു സീസൺ ആർ ഡ്യൂ ടു. സീസൺ മാറുന്നതനുസരിച്ച് രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ദി എർത്ത് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓപ്ഷൻ ബി ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതുകൊണ്ട്. ഓപ്ഷൻ സി ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ ഓഫ് ദി പ്ലേസ്. ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശ സ്ഥാനങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ട്. റെവല്യൂഷൻ ഓഫ് ദി എർത്ത് ഓൺ എ ടിൽറ്റഡ് ആക്സിസ്. ഭൂമി ചെരിഞ്ഞ അച്ചുതണ്ടിലൂടെ സൂര്യനെ വലം വെക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ദി നർമ്മദ റിവർ ഫ്ലോസ് ടു ദി വെസ്റ്റ് വൈൽ മോസ്റ്റ് അതർ ലാർജ് പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോ ടു ദി ഈസ്റ്റ്. വൈ? നർമ്മദ നദി പടിഞ്ഞാറോട്ടും പ്രധാനപ്പെട്ട മറ്റ് പെനിൻസുലാർ നദികൾ കിഴക്കോട്ടും ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? നർമ്മദ നദിയിൽ റിഫ്റ്റ് വാലികൾ ഉള്ളതിനാൽ. ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യാസ് ആൻഡ് സത്പുരാസ്. വിന്ധ്യ സത്പുര മലനിരകളുടെ ഇടയിലൂടെ ഒഴുകുന്നതിനാൽ. ദി ലാൻഡ് സ്ലോപ്സ് ടു ദി വെസ്റ്റ് ഫ്രം സെൻട്രൽ ഇന്ത്യ. കരയുടെ ചെരിവ് മധ്യേന്ത്യയിൽ നിന്നും പടിഞ്ഞാറോട്ടാണ് എന്നുള്ളതുകൊണ്ട്. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ്സ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ലീനിയർ റിഫ്റ്റ് വാലികൾ ഉള്ളതുകൊണ്ട്. അടുത്ത ചോദ്യം. ഓൺ ദി പ്ലാനറ്റ് എർത്ത് മോസ്റ്റ് ഓഫ് ദി ഫ്രഷ് വാട്ടർ എക്സിസ്റ്റ് ആസ് ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും മഞ്ഞുപാളികളായും ഹിമാനികളായുമാണ് കാണപ്പെടുന്നത്. ഔട്ട് ഓഫ് ദി റിമൈനിങ് ഫ്രഷ് വാട്ടർ ദി ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ. അവശേഷിക്കുന്ന ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗം എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ ആസ് മോയ്സ്ചർ ആൻഡ് ക്ലൗഡ്സ്. അന്തരീക്ഷത്തിൽ ഈർപ്പമായും മേഘങ്ങളായും കാണപ്പെടുന്നു.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ലേക്സ് ആൻഡ് റിവേഴ്സ്. ശുദ്ധജല തടാകങ്ങളിലും നദികളിലും കാണപ്പെടുന്നു. സി, എക്സിസ്റ്റ് ആസ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലമായി നിലകൊള്ളുന്നു. ലാസ്റ്റ് വൺ, എക്സിസ്റ്റ് ആസ് സോയിൽ മോയ്സ്ചർ. മണ്ണിലെ ഈർപ്പമായി നിലകൊള്ളുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അവശേഷിക്കുന്ന ശുദ്ധജലത്തിൽ കൂടുതലും ഭൂഗർഭജലമായാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ദി ഗ്രാസ്ലാൻഡ്സ് ട്രീസ് ഡു നോട്ട് റീപ്ലേസ് ദി ഗ്രാസസ് ആസ് എ പാർട്ട് ഓഫ് ആൻ എക്കോളജിക്കൽ സക്സഷൻ ബിക്കോസ് ഓഫ്. പുൽമേടുകളിൽ ഇക്കോളജിക്കൽ സക്സഷന്റെ പാരിസ്ഥിതിക പിന്തുടർച്ചയുടെ ഭാഗമായി മരങ്ങൾ മാറ്റി പുല്ലുകൾ സ്ഥാപിക്കുന്നില്ല. എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ഇൻസെക്ട്സ് ആൻഡ് ഫംഗൈ. ഓപ്ഷൻ ബി, ലിമിറ്റഡ് സൺലൈറ്റ് ആൻഡ് പോസിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ഓപ്ഷൻ സി, വാട്ടർ ലിമിറ്റ്സ് ആൻഡ് ഫയർ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കോണ്ടൂർ ബണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് സോയിൽ കൺസർവേഷൻ യൂസ്ഡ് ഇൻ. കോണ്ടൂർ ബണ്ടിങ് ഒരു സോയിൽ കൺസർവേഷൻ മെത്തേഡ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ, ഡിസേർട്ട് മാർജിൻസ് ലയബിൾ ടു സ്ട്രോങ് വിൻഡ് ആക്ഷൻ. ശക്തമായ കാറ്റിന്റെ പ്രവർത്തനത്തിന് സാധ്യതയുള്ള ഡിസേർട്ട് മാർജിൻസിൽ. ലോ ഫ്ലാറ്റ് പ്ലെയിൻസ് ക്ലോസ് ടു സ്ട്രീം കോഴ്സസ് ലയബിൾ ടു ഫ്ലഡിംഗ്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്ലെയിൻസിൽ. സ്ക്രബ് ലാൻഡ്സ് ലയബിൾ ടു സ്പ്രെഡ് ഓഫ് വീഡ് ഗ്രോത്ത്. കളകളുടെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2014 ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫിനോമിന മൈറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ദി ഇവല്യൂഷൻ ഓഫ് ഓർഗാനിസംസ്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, ഗ്ലേഷ്യർ സൈക്കിൾസ് എന്നിവയിൽ ഏത് പ്രതിഭാസമാണ് ജീവികളുടെ പരിണാമത്തെ സ്വാധീനിച്ചത്? ഓപ്ഷൻസ് എ, 1 only, ബി, 2 only, സി, ബോത്ത് 1 and 2, ഡി, നെയ്തർ 1 nor 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. അടുത്ത ചോദ്യം, ഇഫ് യു ട്രാവൽ ത്രൂ ദി ഹിമാലയാസ് യു ആർ ലൈക്ലി ടു സീ വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്ലാന്റ്സ് നാച്ചുറലി ഗ്രോയിങ് ദർ? ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് സസ്യമാണ് അവിടെ പ്രകൃതിദത്തമായി വളരുന്നത്? ഓക്ക്, റോഡോഡെൻഡ്രോൺ, സാൻഡൽവുഡ്. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ, 1 and 2 only. ഓപ്ഷൻ ബി, 3 only. ഓപ്ഷൻ സി, 1 and 3 only. ഓപ്ഷൻ ഡി, 1, 2 and 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2, അതായത് ഓക്ക് ആൻഡ് റോഡോഡെൻഡ്രോൺ. ഇൻ ഇന്ത്യ, the problem of soil erosion is associated with which of the following? Terrace cultivation, deforestation, tropical climate. Select the correct answer using the code given below. Option A, 1 and 2. Option B, 2. Option C, 1 and 3. Option D, 1, 2 and 3. Correct answer option B ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ സോയിൽ ഇറോഷൻ കാണപ്പെടുന്നത് എന്നതായിരുന്നു ചോദ്യം. ആൻസർ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് റിവേഴ്സ്. ഭരത്, ലോഹിത്, സുബൻശ്രീ. ഇതിൽ അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നത് ഏതാണ് എന്നതാണ്. ഓപ്ഷൻസ് എ, 1 only, ബി, 2 and 3 only, സി, 1 and 3 only, ഡി, 1, 2 and 3. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോഹിത് ആൻഡ് സുബൻശ്രീ. 9ാം ക്ലാസ്സിലെ ഡ്രെയിനേജ് എന്ന ചാപ്റ്ററിൽ പെനിൻസുലാർ റിവേഴ്സിനെയും ഹിമാലയൻ റിവേഴ്സിനെയും പറ്റി സെപ്പറേറ്റ് ആയി തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 2015 ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് പെയർസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റ്സ് ദി ഈസ്റ്റേൺ മോസ്റ്റ് ആൻഡ് വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്? സംസ്ഥാനങ്ങളുടെ ജോഡികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ഏത് ജോഡിയാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കും ഏറ്റവും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് അസം ആൻഡ് രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ് ആൻഡ് രാജസ്ഥാൻ, അസം ആൻഡ് ഗുജറാത്ത്, അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് റീജിയൻസ് ഓഫ് ഇന്ത്യ ഹാസ് എ കോമ്പിനേഷൻ ഓഫ് മാംഗ്രോവ് ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏത് പ്രദേശത്താണ്
മാംഗ്രേവ് ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇവ മൂന്നും ഒരുമിച്ച് കാണപ്പെടുന്നത്. ഓപ്ഷൻ എ നോർത്ത് കോസ്റ്റൽ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി സൗത്ത് വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി സദേൺ സൗരാഷ്ട്ര, ഓപ്ഷൻ ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അടുത്ത ചോദ്യം, ടൈഡ്സ് occur in oceans and seas due to which of the following? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ് സമുദ്രങ്ങളിലും കടലുകളിലും തിരമാലകൾ രൂപം കൊള്ളുന്നത്? ഓപ്ഷൻസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി സൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി മൂൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ് given below. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. കറക്റ്റ് ആൻസർ ഡി ആണ്. ഇത് മൂന്നും കാരണമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്: അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മിസോറാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്സ് ഡു ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് occur? ഇവയിൽ ഏത് സംസ്ഥാനത്താണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്? ഓപ്ഷൻസ്: എ 1 only, ബി 2 and 3 only, സി 1 and 3 only, ഡി 1, 2 and 3. ആൻസർ ഓപ്ഷൻ സി 1 and 3, അതായത് അരുണാചൽ പ്രദേശ് ആൻഡ് മിസോറാം. ഇൻ ഇന്ത്യ, ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഈസ് ടീക്ക് എ ഡോമിനന്റ് ട്രീ സ്പീഷീസ്? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ് തേക്കിനെ ഒരു പ്രധാന സ്പീഷീസായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻസ്: എ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ബി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സി ട്രോപ്പിക്കൽ തോൺ സ്ക്രബ് ഫോറസ്റ്റ്, ഡി ടെമ്പറേറ്റ് ഫോറസ്റ്റ് വിത്ത് ഗ്രാസ് ലാൻഡ്സ്. ആൻസർ എ ആണ്, ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. 2016 ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ ട്രിബ്യൂട്ടറി ഓർ ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര? ദിബാങ്, കമേങ്, ലോഹിത്. ഇവയിൽ ഏതാണ് ബ്രഹ്മപുത്ര നദിയുടെ ട്രിബ്യൂട്ടറി എന്നതാണ് ചോദ്യം. ഇവ മൂന്നും തന്നെ ബ്രഹ്മപുത്ര നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2 and 3. റീസെൻ്റ്ലി ലിങ്കിങ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് റിവേഴ്സ് വാസ് അണ്ടർടേക്കൺ? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദികളെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. എ കാവേരി ആൻഡ് തുംഗഭദ്ര, ബി ഗോദാവരി ആൻഡ് കൃഷ്ണ, സി മഹാനദി ആൻഡ് സോൺ, ഡി നർമ്മദ ആൻഡ് തപി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗോദാവരി ആൻഡ് കൃഷ്ണ. കറണ്ട് അഫയേഴ്സിനെ ആസ്പദമാക്കിയുള്ള ചോദ്യമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ പട്സീമ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൻ്റെ ഭാഗമായായിരുന്നു ഈ നദികളെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാനെടുത്ത തീരുമാനം. 2017 ചോദ്യങ്ങൾ നോക്കാം. അറ്റ് വൺ ഓഫ് ദി പ്ലേസസ് ഇൻ ഇന്ത്യ, ഇഫ് യു സ്റ്റാൻഡ് ഓൺ ദി സീ ഷോർ ആൻഡ് വാച്ച് ദി സീ, you will find that the sea water recedes from the shore, line a few kilometers and comes back to the shore twice a day, and you can actually walk on the sea floor when the water recedes. This unique phenomenon is seen at. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു കടൽ തീരത്ത് കടൽ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കടൽ വെള്ളം കടൽ തീരത്തു നിന്നും പിൻവാങ്ങുകയും കുറച്ചു ദൂരം സഞ്ചരിക്കുകയും പിന്നീട് വീണ്ടും തീരത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ദിവസത്തിൽ 2 തവണ നടക്കുന്നു. കൂടാതെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ആ സമുദ്രനിരപ്പിലൂടെ നടക്കാനും സാധിക്കും. ഈ പ്രതിഭാസം എവിടെയാണ് കാണുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഭാവ്നഗർ, ഭീമുനിപട്ടണം, ചണ്ഡീപൂർ, നാഗപട്ടണം. ആൻസർ ഓപ്ഷൻ സി, ചണ്ഡീപൂർ. With reference to river Teesta, consider the following statements. The source of river Teesta is the same as that of Brahmaputra, but it flows through Sikkim. River Rangit originates in Sikkim and it is a tributary of river Teesta. River Teesta flows into Bay of Bengal on the border of India and Bangladesh. ടീസ്ത നദിയുടെ ഉത്ഭവസ്ഥാനം
ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം തന്നെയാണ്, പക്ഷേ അത് സിക്കിമിലൂടെയാണ് ഒഴുകുന്നത്. രംഗീത് നദി സിക്കിമിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അത് ടീസ്ത നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ടീസ്ത നദി ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വെച്ച്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1, 2 and 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇഫ് യു ട്രാവൽ ബൈ റോഡ് ഫ്രം കൊഹിമ ടു കോട്ടയം, what is the minimum number of states within India through which you can travel, including the origin and the destination? കൊഹിമ മുതൽ കോട്ടയം വരെ നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുകയാണ് എങ്കിൽ യാത്ര ആരംഭിക്കുന്നിടം മുതൽ ലക്ഷ്യസ്ഥാനം വരെ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 7 സംസ്ഥാനങ്ങളിലൂടെ. കൊഹിമ നാഗാലാൻഡിലും കോട്ടയം കേരളത്തിലുമാണ്. സോ നാഗാലാൻഡ്, അസം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അതിനുശേഷം ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് അല്ലെങ്കിൽ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക്. എങ്ങനെയായാലും ഒറിജിനും ഡെസ്റ്റിനേഷനും അടക്കം കവർ ചെയ്യേണ്ടി വരുന്നത് 7 സംസ്ഥാനങ്ങളായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഡിറ്ററേനിയൻ സീ ഈസ് എ ബോർഡർ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് കൺട്രീസ്? ജോർദാൻ, ഇറാഖ്, ലെബനൻ, സിറിയ. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ്സ് ഗിവൺ ബിലോ. ഓപ്ഷൻസ് എ 1, 2 and 3 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 3 and 4 only, ഓപ്ഷൻ ഡി 1, 3 and 4 only. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 3 and 4, ലെബനൻ ആൻഡ് സിറിയ. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ഇന്ത്യ ദി ഹിമാലയാസ് ആർ സ്പ്രെഡ് ഓവർ 5 states only. ഇന്ത്യയിൽ ഹിമാലയം 5 സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ആർ സ്പ്രെഡ് ഓവർ 5 states only. പശ്ചിമഘട്ടം 5 സംസ്ഥാനങ്ങളിലായാണ് കാണപ്പെടുന്നത്. പുലിക്കട്ട് ലേക്ക് ഈസ് സ്പ്രെഡ് ഓവർ 2 states only. പുലിക്കട്ട് ലേക്ക് 2 സംസ്ഥാനങ്ങളിലായി കാണപ്പെടുന്നു. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1 and 3 only. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഇന്ത്യയിൽ ഹിമാലയം 12 സംസ്ഥാനങ്ങളിലായിട്ടായിരുന്നു വ്യാപിച്ചു കിടന്നിരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയപ്പോൾ 11 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമായാണ് ഇപ്പോൾ ഹിമാലയം കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, അസം ആൻഡ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റേൺ ഗട്ട്സ് കാണപ്പെടുന്നത് 6 സംസ്ഥാനങ്ങളിലായാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാടു. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ജിയോഗ്രഫിക്കലി ക്ലോസസ്റ്റ് ടു ഗ്രേറ്റ് നിക്കോബാർ? താഴെ കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതാണ് ഗ്രേറ്റ് നിക്കോബാറുമായി ജിയോഗ്രഫിക്കലി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ സുമാത്ര, ബി ബോർണിയോ, സി ജാവ, ഡി ശ്രീലങ്ക. എ സുമാത്രയാണ് കറക്റ്റ് ആൻസർ. 2018 കടക്കാം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഡു നോട്ട് ഹാവ് ദി പവർ ടു ഓപ്ഷൻ നോൺ കോൾ മൈൻസ്. കൽക്കരി ഇതര ഖനികൾ ലേലം ചെയ്യുന്നതിനുള്ള അവകാശം ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരിന് ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആന്ധ്രാപ്രദേശ് ആൻഡ് ജാർഖണ്ഡ് ഡു നോട്ട് ഹാവ് ഗോൾഡ് മൈൻസ്. ആന്ധ്രാപ്രദേശിലും ജാർഖണ്ഡിലും സ്വർണ്ണ ഖനികൾ ഇല്ല. രാജസ്ഥാൻ ഹാസ് അയൺ ഓർ മൈൻസ്. രാജസ്ഥാനിൽ അയൺ ഓർ മൈൻസ് ഉണ്ട്. ഏത് പ്രസ്താവനയാണ് ശരിയായത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 3.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എമംഗ് ദി ഫോളോവിങ് സിറ്റീസ് വിച്ച് വൺ ലൈസ് ഓൺ എ ലോഞ്ചിറ്റ്യൂഡ് ക്ലോസസ്റ്റ് ടു ദാറ്റ് ഓഫ് ഡൽഹി? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് നഗരമാണ് ഡൽഹിയോട് ഏറ്റവും അടുത്തുള്ള രേഖാംശത്തിൽ സ്ഥിതി ചെയ്യുന്നത്? എ ബംഗളൂരു, ബി ഹൈദരാബാദ്, സി നാഗ്പൂർ, ഡി പൂനെ. ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ ദി പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ഹെവി സാൻഡ് മൈനിങ് ഇൻ റിവർ ബെഡ്സ്? മണൽ ഖനനത്തിൻ്റെ പ്രത്യാഘാതം. ഫസ്റ്റ് വൺ, ഡിക്രീസ്ഡ് സാലിനിറ്റി ഇൻ ദി റിവർ. നദിയിലെ ലവണാംശം കുറയുന്നു. പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലം മലിനമാക്കപ്പെടുന്നു. ലോവറിംഗ് ഓഫ് ദി വാട്ടർ ടേബിൾ. വാട്ടർ ടേബിളിൻ്റെ അളവ് കുറയുന്നു. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. ആൻസർ ഓപ്ഷൻ ബി ആണ് 2 and 3 only. പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ലോവറിംഗ് ഓഫ് ദി വാട്ടർ ടേബിൾ. 2019 ചോദ്യങ്ങൾ നോക്കാം. കൺസിഡർ ദി ഫോളോവിങ് പെയേഴ്സ്. പ്രസിദ്ധമായ ഒരു സ്ഥലത്തിൻ്റെ പേരും നദിയുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ഏതാണ് യഥാർത്ഥത്തിൽ ചേരുന്നത് എന്നതാണ് ചോദ്യം. പാന്തർപൂർ, ചന്ദ്രഭംഗ, തിരുച്ചിറപ്പള്ളി, കാവേരി, ഹംപി, മാലപ്രഭ. ഓപ്ഷൻസ് 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. ആൻസർ ഓപ്ഷൻ എ ആണ് 1 and 2 only. പാന്തർപൂർ, ചന്ദ്രഭംഗ ആൻഡ് തിരുച്ചിറപ്പള്ളി ആൻഡ് കാവേരി. അടുത്ത ചോദ്യം, ഓൺ 21st June the sun, ഓപ്ഷൻ എ does not set below the horizon at the Arctic Circle. ആർട്ടിക് സർക്കിളിന് താഴെയായി സൂര്യൻ അസ്തമിക്കില്ല. does not set below the horizon at Antarctic Circle. അന്റാർട്ടിക് സർക്കിളിന് താഴെയായി അസ്തമിക്കില്ല. ഷൈൻസ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് noon on the equator. ഭൂമധ്യരേഖയിൽ ഉച്ചയ്ക്ക് ലംബമായി വരുന്നു. ഷൈൻസ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ലംബമായി എത്തുന്നു, അതായത് ദക്ഷിണായന രേഖയിൽ. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജൂൺ 21 സൂര്യൻ ആർട്ടിക് സർക്കിളിൽ ചക്രവാളത്തിന് താഴെയായി അസ്തമിക്കില്ല. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദി കൾട്ടിവേഷൻ ഓഫ് ഖാരിഫ് ക്രോപ്സ് ഇൻ ഇന്ത്യ ഇൻ ദി ലാസ്റ്റ് 5 years, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായി നടന്നിട്ടുള്ള ഖാരിഫ് വിളകളുടെ വിളവെടുപ്പിനെ പറ്റിയുള്ള പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ ഈസ് ദി ഹയസ്റ്റ്. റൈസ് കൾട്ടിവേഷൻ ആയിരുന്നു കൂടുതൽ. ഏരിയ അണ്ടർ ദി കൾട്ടിവേഷൻ ഓഫ് ജോവാർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സിനേക്കാൾ, എണ്ണവിളകളേക്കാൾ കൂടുതലായി വിളവെടുത്തത് ചോളമാണ്. ഏരിയ ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഷുഗർ കെയിൻ. കരിമ്പിനേക്കാൾ കൂടുതൽ പരുത്തി ആയിരുന്നു. ഏരിയ അണ്ടർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഹാസ് സ്റ്റഡിലി ഡിക്രീസ്ഡ്. കരിമ്പിൻ്റെ വിളവെടുപ്പിൽ ഗണ്യമായ താഴ്ച അനുഭവപ്പെട്ടു. ഇവയിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 3 only, ഓപ്ഷൻ ബി 2, 3 and 4 only, ഓപ്ഷൻ സി 2 and 4 only, ഓപ്ഷൻ ഡി 1, 2 and 1, 2, 3 and 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിത്ത് റെഫറൻസ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് മൈനർ മിനറൽസ് ഇൻ ഇന്ത്യ, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മൈനർ മിനറൽസിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സാൻഡ് ഈസ് എ മൈനർ മിനറൽ അക്കോർഡിംഗ് ടു ദി പ്രിവെയിലിംഗ് ലോ ഇൻ ദി കൺട്രി. രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമപ്രകാരം മണൽ ഒരു മൈനർ മിനറൽ ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ദി പവർ ടു ഗ്രാൻറ്റ് മൈനിങ് ലീസസ് ഓഫ് മൈനർ മിനറൽസ്, but the powers regarding the formation of risks related to the grant of minor minerals lie with the central government. മൈനർ മിനറൽസിന് ഖനന പാട്ടത്തിന് കൊടുക്കുന്നതിനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനുണ്ട്. എന്നാൽ മൈനർ മിനറൽസുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാൻറ്റുകളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ
രൂപീകരിക്കുന്നതിനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ദി പവർ ടു ഫ്രെയിം റൂൾസ് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ മൈനിങ് ഓഫ് മൈനർ മിനറൽസ്. മൈനർ മിനറൽസ് നിയമത്തിനെതിരായി ഖനനം ചെയ്യുന്നതിന് എതിരെയുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഉണ്ട്. ഏതാണ് ശരിയായ പ്രസ്താവന എന്നതാണ് 1 and 3, 2 and 3, 3, 1, 2 and 3. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ 1 and 3. 2020 ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. കൺസിഡർ ദി ഫോളോവിങ് മിനറൽസ്: ബെൻജോണൈറ്റ്, ക്രോമൈറ്റ്, ക്യാനൈറ്റ്, സില്ലിമനൈറ്റ്. ഇൻ ഇന്ത്യ, which of the above is or are officially designated as major minerals? ഇവയിൽ ഏതാണ് ഇന്ത്യയിൽ മേജർ മിനറലായി കണക്കാക്കപ്പെടുന്നത്? ഓപ്ഷൻസ് 1 and 2 only, 4 only, 1 and 3 only, 2, 3 and 4 only. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ 2, 3 and 4. ക്രോമൈറ്റ്, ക്യാനൈറ്റ്, സില്ലിമനൈറ്റ്. Siachen Glacier is situated to the option A east of Aksai Chin, option B east of Leh, option C north of Gilgit, option D north of Nubra Valley. ആൻസർ ഓപ്ഷൻ ഡി ആണ് നോർത്ത് ഓഫ് ന്യൂബ്ര വാലി. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു പൾസ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ധാന്യങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. ഫസ്റ്റ് വൺ, ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി ക്രോപ്പ്. ബ്ലാക്ക് ഗ്രാം ഉഴുന്ന് ഒരു ഖാരിഫ് വിളയായും റാബി വിളയായും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഗ്രീൻ ഗ്രാം എലോൺ അക്കൗണ്ട്സ് ഫോർ നിയർലി ഹാഫ് ഓഫ് പൾസ് പ്രൊഡക്ഷൻ. ധാന്യോൽപാദനത്തിൻ്റെ പകുതിയോളം ചെറുപയറാണ്. ഇൻ ദി ലാസ്റ്റ് 3 decades, while the production of Kharif pulses has increased, the production of Rabi pulses has decreased. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി ഖാരിഫ് ധാന്യങ്ങളുടെ ഉൽപ്പാദനം കൂടുമ്പോൾ റാബി ധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നു. ഇവയിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 1, 2 and 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലാക്ക് ഗ്രാം ഖാരിഫ് ക്രോപ്പായും റാബി ക്രോപ്പായും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം, ദി ക്രോപ്പ് ഈസ് സബ് ട്രോപ്പിക്കൽ ഇൻ നേച്ചർ. എ ഹാർഡ് ഫ്രോസ്റ്റ് ഈസ് ഇഞ്ചൂറിയസ് ടു ഇറ്റ്. ഇറ്റ് റിക്വയർസ് അറ്റ്ലീസ്റ്റ് 210 frost-free days and 50 to 100 centimeters of rainfall for its growth. A light, well-drained soil capable of retaining moisture is ideally suited for the cultivation of the crop. Which one of the following is the crop? ഒരു വിളയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉഷ്ണമേഖലയോടടുത്തായാണ് ഈ വിള കാണപ്പെടുന്നത്. കൊടും ശൈത്യം ഈ വിളയെ ദോഷകരമായി ബാധിക്കും. ഈ വിളയുടെ വളർച്ചയ്ക്ക് 50 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴയും ശൈത്യമില്ലാത്ത 210 ദിവസങ്ങളും വേണം. ഈ വിളയുടെ കൾട്ടിവേഷന് ഈർപ്പം നിലനിർത്താൻ സാധിക്കുന്ന വെൽ ഡ്രെയിൻഡ് സോയിലാണ് കൂടുതൽ സ്യൂട്ട്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ഈ വിള എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് എ കോട്ടൺ, ബി ജൂട്ട്, സി ഷുഗർ കെയിൻ, ഡി ടീ. ആൻസർ ഓപ്ഷൻ എ ആണ് കോട്ടൺ. അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം. കൺസിഡർ ദി ഫോളോവിങ് പെയേഴ്സ്. നദികളും അവ ഒഴുകുന്നത് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. മേക്കോങ്, ആൻഡമാൻ സീ, തേംസ്, ഐറിഷ് സീ, വോൾഗ, കാസ്പിയൻ സീ, സാംബർ സീ, ഇന്ത്യൻ ഓഷ്യൻ. ഇവയിൽ ഏതാണ് യോജിക്കുന്നത്? ഓപ്ഷൻസ് 1 and 2 only, 3 only, 3 and 4 only, 1, 2 and 4 only. ആൻസർ ഓപ്ഷൻ സി 3 and 4. ജിയോഗ്രഫിക്ക് 6 മുതൽ +2 വരെയുള്ള NCERT ടെക്സ്റ്റുകൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.